എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 ആണ്ട് മീനമാസം 8 തീയതി 22/3/2026 ഞായറാഴ്ച. ഇന്ന് ഞായറാഴ്ചയാണ്. എല്ലാവർക്കും ആലസ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയൊക്കെ ദിവസമാണ്, വിശ്രമിക്കാനൊക്കെ ഉള്ള ദിവസമാണ് അല്ലേ. പിന്നെ ഒരു പ്രധാനമായ ഒരു കാര്യം പറയാനുള്ളത്, ഉത്സവകാലമാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവമൊക്കെ നടക്കുന്ന സമയമാണ്. പക്ഷേ ഇന്നത്തെ ദിവസം വെടിക്കോപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ, എല്ലാ രാശിക്കാരിലും പെട്ടവർ വളരെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് സ്ഫോടനത്തിൻ്റെ ദിവസമാണ്. ഇന്ന് ചെറിയ രീതിയിലുള്ള അഗ്നിമാരുത യോഗം ഇന്ന് ഭൂമിയെ ബാധിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ആദ്യമായി നമുക്ക് ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുകൂലമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും. പല കാര്യങ്ങളും നിവർത്തിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യം ഉണ്ടാകുന്ന ദിവസമാണ്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങുന്ന ദിവസമാണ്. ദേശാടനത്തിനോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ തീർത്ഥാടനത്തിനോ ഒക്കെ ഉതകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് ബന്ധുമിത്രാദികളുമായി കൂടിച്ചേർന്ന് പുതിയ പദ്ധതികൾ ആരംഭിക്കുവാനും പുതിയ യാത്രകൾ പ്ലാൻ ചെയ്യാനും ഒക്കെ ഉതകുന്ന ഒരു ദിവസമായിരിക്കും. സാമ്പത്തികമായ ചില ഞെരുക്കങ്ങൾ മൂലം ചിലയിടത്ത് അപമാനിതനാകാൻ സാധ്യതയുള്ളതുകൊണ്ട് യാത്രകളും പർച്ചേസുകളും ഒക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഗ്രഹജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പൊള്ളലും ഒടിവും ചതവും മുറിവുമൊക്കെ ഏൽക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ഗ്രഹജോലികൾ വർദ്ധിക്കുന്നത് മൂലം നടുവേദനയ്ക്കും മുട്ടുവേദനയ്ക്കുമൊക്കെ സാധ്യതയുണ്ട്. മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങളുള്ളവർക്ക് അതിന്ന് വർദ്ധിക്കാൻ സാധ്യത കാണുന്നു. അടുത്തായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷമുള്ള പല കാര്യങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. കലാ ആസ്വാദനത്തിനോ കലാപരമായ കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കാനോ ഒക്കെ ഇന്നത്തെ ദിവസം ഉതകുന്നതാണ്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പ്രതീക്ഷകളോ പ്രോജക്റ്റുകളോ ഒക്കെ വരുവാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി സഹായം തേടുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. ആരോഗ്യ സ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾ വരുന്ന ഒരു ദിവസമായിരിക്കും. ഔഷധ സേവ കൊണ്ട് നമുക്ക് സ്ഥിരമായി ഉണ്ടായിക്കൊണ്ടിരുന്ന ക്രോണിക് അസുഖങ്ങളൊക്കെ ശമിക്കുന്നതായിട്ട് കണ്ട് മനസ്സമാധാനം ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കേണ്ടതാണ്. ഉദരസംബന്ധമായ അസുഖങ്ങൾക്കും സാധ്യത കാണുന്നു. ഗ്രഹത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാനും റിപ്പയറുകൾ ഉണ്ടാകുവാനും ഒക്കെ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. മണ്ണ് സംബന്ധിച്ച് ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും. വിശ്രമവും പുതിയ ചികിത്സയും ഒക്കെ ലഭിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമായതുകൊണ്ട് മനസ്സിനും ശരീരത്തിനുമൊക്കെ ആശ്വാസം ലഭിക്കാൻ സാധ്യതയുണ്ട്. ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങളുള്ളവർക്ക് ശമിക്കുവാനുള്ള മാർഗം കണ്ടെത്താൻ സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ അഭിവൃദ്ധി കണ്ട് അല്ലെങ്കിൽ അവരുടെ പരീക്ഷാ വിജയം കണ്ടൊക്കെ സന്തോഷിക്കുവാൻ സാധ്യതയുള്ള ദിവസമായിരിക്കും ഇന്ന്. വിദേശ പഠനത്തിനൊരുങ്ങുന്നവർക്കും വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. കമിതാക്കൾക്ക് ഏറ്റവും നല്ലൊരു ദിവസമായിരിക്കും. വിവാഹത്തിന് തീരുമാനമെടുക്കുകയോ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. വിവാഹത്തിൽ ഉറച്ച ഒരു തീരുമാനം കൈക്കൊള്ളുവാൻ സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വൈവാഹിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വാസകരമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷമുള്ള ദിവസമാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ചില തിക്താനുഭവങ്ങൾ ഉണ്ടാകാം. അപകട സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. വാഹനം ഓടിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക. വാഹനം ഓടിക്കുമ്പോൾ പാലിക്കേണ്ട എല്ലാ നിയമങ്ങളും പാലിക്കുക. റോഡ് നിയമങ്ങളൊക്കെ പാലിക്കുക. കൂടാതെ ഹെൽമറ്റ് ധരിക്കാൻ തീർച്ചയായിട്ടും മറക്കരുത്. ബെൽറ്റ് ഇട്ട് വാഹനം ഓടിക്കേണ്ടതും അത്യാവശ്യമാണ്. കൂടാതെ വാഹനങ്ങളുമായി ചില തർക്കങ്ങളുണ്ടാകാം. വാഹനങ്ങൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്കും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാഹനം നഷ്ടപ്പെടാൻ വരെ സാധ്യതയുള്ള ദിവസമാണ്. തെഫ്റ്റ് ഉണ്ടാകാൻ സാധ്യതയാണ്. അതായത് മോഷ്ടാക്കൾ പരതി നടക്കുന്ന സമയമായതുകൊണ്ട് വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം സൂക്ഷിച്ചു വയ്ക്കേണ്ടത് ഇന്നത്തെ ദിവസം അത്യാവശ്യമാണ്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക്
ഇന്നത്തെ ദിവസം വളരെയധികം ആശ്വാസപ്രദമായ പല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ട്. പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനത്ത് നിന്ന് യാതൊരു സഹായവും ലഭിക്കില്ലെന്നറിഞ്ഞ് മനപ്രയാസമുണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുവാനും അപവാദങ്ങൾക്ക് പാത്രീഭവിക്കുവാനും സാധ്യത കാണുന്നൊരു ദിവസമാണ്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും തിക്താനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ മുടങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഷൂട്ടിംഗ് തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ സാങ്കേതികമായ മീഡിയയിൽ വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് വളരെയധികം വെല്ലുവിളികൾ നേരിടേണ്ട ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ IT ഫീൽഡുകാർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. എന്നാൽ കലാകാരന്മാർക്കും അഭിനേതാക്കൾക്കും ഒക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായ ഒരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്തരമുക്കാല, അത്തം, ചിത്തിര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ധാരാളം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് മൂലം ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുണ്ട്. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അമിതമായ ജോലിഭാരം കൊണ്ട് ക്ഷീണം വരുവാനൊക്കെ സാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് ലോ പ്രഷറോ ഹൈ പ്രഷറോ ഉള്ളവർക്ക് അത് വർദ്ധിക്കുവാൻ, അതിൻ്റെ കൺട്രോള് വിട്ടുപോകാനൊക്കെ സാധ്യതയുണ്ട്. ഔഷധ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രതികൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ചികിത്സ ലഭിക്കാതെ ചില പ്രശ്നങ്ങൾ വഷളാകുവാനും സാധ്യതയുണ്ട്. പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ച് ശരീരത്തിൻ്റെ ആരോഗ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ അനുകൂലമായിരിക്കില്ല. ജ്യൂസ് തുടങ്ങിയ വസ്തുക്കൾ അല്ലെങ്കിൽ ദ്രാവക രൂപത്തിലുള്ള വസ്തുക്കളൊക്കെ കച്ചവടം ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വെല്ലുവിളികളാണ്. ചില ബാക്ടീരിയയുടെ ഇൻഫെക്ഷനോ ഒക്കെ വന്നിട്ട് മറ്റുള്ളവർ പരാതിപ്പെടാനൊക്കെ വളരെയധികം വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുള്ള ദിവസമാണ്. വളരെ ശ്രദ്ധിക്കുക. ഹോട്ടലുകൾ നടത്തുന്നവർക്ക് വളരെയധികം മോശപ്പെട്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. ഹോട്ടൽ മേഖലയിൽ വളരെയധികം സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ വാടകയ്ക്ക് വസ്തുക്കൾ കൊടുത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഉപകരണങ്ങളോ അല്ലെങ്കിൽ പാത്രങ്ങളോ അങ്ങനെയുള്ള സാധനങ്ങൾ, വിളക്കുകൾ, അതൊക്കെ കൊടുത്ത് ഉപജീവനം നടത്തുന്നവർക്ക് പ്രതികൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്ത നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖമുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സംഘർഷം നിറഞ്ഞ പല കാര്യങ്ങളിലും ചെന്ന് ഏർപ്പെടേണ്ടതായി വരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വളരെ സമാധാനവും സന്തോഷവും ലഭിക്കുന്നതാണ്. കലാകാരന്മാർക്ക് ഏറ്റവും നല്ല ദിവസമായിരിക്കും ഇന്ന്. അവർക്ക് അവരുടെ ചിത്രീകരണമൊക്കെ പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്ന ദിവസമായിരിക്കും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ സെലക്ഷൻ ലഭിക്കുവാനൊക്കെ സാധ്യതയുണ്ട്. ഉന്നതമായ പദവി അലങ്കരിക്കുന്നവർക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടതായി വരുന്നു. നിയമപരമായി കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ചില അപവാദങ്ങൾക്ക് സാധ്യതയുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് പുരുഷന്മാർക്കും പുരുഷന്മാരെ സംബന്ധിച്ച് സ്ത്രീകൾക്കും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ കാര്യക്ഷമതയോടുകൂടി നേരായ മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ അവയെല്ലാം ഒഴിവാക്കാവുന്നതാണ്. സന്താനങ്ങളെക്കുറിച്ചുള്ള ആങ്സൈറ്റിക്ക് ഒരു പരിധിവരെ സമാധാനം കണ്ടെത്താൻ സാധിക്കുന്ന ദിവസമായിരിക്കുമെന്ന്. ഏറ്റവും ഉചിതമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും മുമ്പോട്ട് പോകുവാനും സാധ്യതയുണ്ട്. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പ്രതീക്ഷകൾ വരുന്ന ഒരു ദിവസമായിരിക്കും. അതേപോലെ മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വളരെയധികം അനുകൂലമായ സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്ന ദിവസമായിരിക്കും. കടബാധ്യതകളിൽ പെട്ടിരിക്കുന്നവർക്ക് അത് വീട്ടുവാനുള്ള ഒരു വഴി തെളിഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ആശ്വാസപ്രദമായ ചില സമീപനങ്ങളോ ഗുരുജനങ്ങളുടെ അനുഗ്രഹമോ ഒക്കെ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സഹായഹസ്തങ്ങൾ നീണ്ടുവരുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. യാത്രകൾ ഫലപ്രദമാകുവാനുള്ള സാധ്യതയും തെളിഞ്ഞു വരുന്നു. ആരോഗ്യസ്ഥിതിയിൽ വരുന്ന മെച്ചമായ മാറ്റം കണ്ടിട്ട് വളരെയധികം സന്തോഷിക്കുവാനും സമാധാനിക്കുവാനും ഇടവരുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ സഹായം മൂലം ചില കാര്യങ്ങൾ നിവർത്തിക്കുവാൻ സാധ്യതയുണ്ട്. അതേപോലെ ഗൃഹസംബന്ധമായ ചില റിപ്പയറുകൾ അല്ലെങ്കിൽ വാഹന സംബന്ധമായ റിപ്പയറുകൾ നേരിടേണ്ടതായിട്ട് കാണുന്നു. മനസ്സിന് സന്തോഷം വരുന്ന രീതിയിൽ സന്താനങ്ങൾ പ്രദാനം ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ കണ്ട് സമാധാനിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ഏറ്റവും അടുത്ത ചില ബന്ധുക്കളുമായി കാര്യങ്ങൾ തീരുമാനിച്ച് പുരോഗതിക്കുള്ള വഴി ഒരുക്കുവാനും സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാട, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം രാജ്യോചിതമായ ചില സമ്മാനങ്ങൾ ലഭിക്കുവാനും
സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനും അംഗീകാരങ്ങൾ ലഭിക്കുവാനും ഒക്കെ സാധ്യതയുണ്ട്. ഇന്നു മുതൽ അവർക്ക് ചില പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാനും പുതിയ വഴിത്തിരിവുണ്ടാകുവാനും സാധ്യതയുണ്ട്. പുതിയ ഒരു വരുമാന മാർഗം തേടി വരുവാനും സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് ഉന്നമനം ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സമ്പാദ്യശീലമുള്ളവർക്ക് അത് വർദ്ധിപ്പിക്കുവാൻ സാധ്യത കാണുന്നു. കൂടാതെ നിത്യവരുമാനം ഉള്ളവർക്ക് ഇന്ന് നല്ല വരുമാനമുള്ള ഒരു ദിവസമായിരിക്കും. വസ്ത്രം അല്ലെങ്കിൽ മെറ്റൽ ഉപയോഗിച്ചുള്ള വസ്തുക്കൾ കച്ചവടം ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ ആദായകരമായൊരു ദിവസമായിരിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല, തിരുവോണ, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സാമ്പത്തിക നേട്ടമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു വഴി തെളിഞ്ഞു വരുന്നതാണ്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ചില നിരാശയ്ക്ക് പത്രീഭവിക്കേണ്ടതായി കാണുന്നു. ആരോഗ്യസ്ഥിതിയിൽ വളരെയധികം മോശപ്പെട്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. ഉദരസംബന്ധമായ അസുഖങ്ങളോ തലവേദന തുടങ്ങിയ അസുഖങ്ങളോ ഒക്കെ അലട്ടിയേക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല കാര്യങ്ങളിൽ പങ്കെടുക്കാനിരിക്കുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകൾ, വൈഷമ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് ആർത്തവ സംബന്ധമായ ബ്ലീഡിംഗ് ഒക്കെ വളരെയധികം വർദ്ധിക്കുവാനും അല്ലെങ്കിൽ മെനോപോസിൻ്റെ സമയമാണെങ്കിൽ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരികയൊക്കെ ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് തീർച്ചയായും വൈദ്യസഹായം തേടേണ്ടതാണ്. തൊട്ടിലൊടുക്ക് താൽക്കാലികമായ ചികിത്സകളൊന്നും സ്വീകരിക്കരുത്. അതുപോലെ രക്തസ്രാവം മൂലം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഡെലിവറി തുടങ്ങിയ കാര്യങ്ങൾക്ക് ഇന്നത്തെ ദിവസം തയ്യാറാകുന്നവർ വളരെ ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അവരവരുടെ വിശ്വാസമനുസരിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഹൈന്ദവ വിശ്വാസികൾ തീർച്ചയായും ആറ്റുകാലമ്മയ്ക്ക് തിരുവനന്തപുരത്ത് കാണുകയാണെങ്കിൽ ആറ്റുകാലമ്മയ്ക്ക് അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വഴിപാട് നടത്തുന്നത് വളരെ നന്നായിരിക്കും. രക്തപുഷ്പാഞ്ജലി, ഗുരുതി വഴിപാടുകളൊക്കെ നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്ന് ഏറ്റവും നല്ല ദിവസമായിരിക്കട്ടെ, ഒരാപത്തും വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരിട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ശാരീരികമായ ചില മുറിവുകളും ഒടിവുകളും ഒക്കെ ഉണ്ടാവുകയും രക്തസ്രാവം വർദ്ധിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തടയാൻ പറ്റാത്ത രക്തസ്രാവം ഉണ്ടാവുകയും ചികിത്സ തേടുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ആയുധം ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്നവർ, സദ്യവട്ടങ്ങൾ ഒരുക്കുന്നവർ ഒക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ഹോട്ടൽ ജോലി ചെയ്യുന്നവർക്ക് വളരെയധികം തിരിച്ചടികൾ ഉണ്ടാകുന്ന ദിവസമാണ് ഇന്ന്. നഷ്ടത്തിൻ്റെ ദിവസമായിരിക്കും. എന്നാൽ വഴിയോര കച്ചവടം നടത്തുന്നവർക്ക്, തെരുവിനെ ആശ്രയിച്ച് ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ ചെറിയ ചെറിയ കടകൾ, തട്ടുകടകളൊക്കെ സൂക്ഷിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ ലാഭകരമായൊരു ദിവസമായിരിക്കും. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. സന്താനങ്ങൾക്ക് ഏറ്റവും അഭിവൃദ്ധി വരുന്ന ഒരു ദിവസമാണ്. ആരോഗ്യപ്രദമായ പല കാര്യങ്ങളും ഇന്ന് നിവൃത്തിയാകുന്ന ദിവസവും കൂടിയാണ്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുരുട്ടാതികാല്, ഉത്തട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സമാധാനം ഉണ്ടാകുന്ന ദിവസമാണ്. പുതിയ ഏതെങ്കിലും സംരംഭങ്ങൾ ആരംഭിക്കുവാൻ വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പുരോഗമിക്കുവാൻ സാധ്യതയുണ്ട്. വീട്ടിലുള്ള മുതിർന്നവരുമായിട്ട് കലഹിക്കുവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് എല്ലാവരോടും പകയും വിദ്വേഷവും ദേഷ്യവും ഒക്കെ തോന്നുകയും സ്വന്തക്കാരെ അകറ്റി നിർത്തുകയൊക്കെ ചെയ്യാൻ സാധ്യതയുള്ള ദിവസമാണ്. ജന്മശനി കാലമാണ്. വളരെയധികം ശ്രദ്ധിച്ച് ആളുകളുമായി ഇടപെടുക. എല്ലാവരും നമുക്ക് എപ്പോഴും ആവശ്യമാണ്. നമുക്ക് ആരെയും അകറ്റി നിർത്താൻ പറ്റില്ല. ആരാണ് എപ്പോഴാണ് നമുക്ക് ഉപകരിക്കുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. എല്ലാവരിലൂടെയും നമുക്ക് ഈശ്വരൻ്റെ സഹായം എത്തിച്ചേരുന്നു. ഈശ്വര ദർശനം നമുക്കുണ്ടാകുന്നത് നമ്മളുടെ മുമ്പിൽ വരുന്ന ഓരോരുത്തരിനും കൂടിയാണ്. അതുകൊണ്ട് ആരെയും പിണക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദൂരയാത്ര ഒഴിവാക്കുന്നത് ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് ചിലർക്ക് ചില അസുഖങ്ങൾ വരുന്നതിലുള്ള ഒരാശങ്ക ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിദ്ര അലങ്കോലപ്പെടുവാനോ അസ്വാരസ്യപ്പെടാനോ ഒക്കെ സാധ്യതയുണ്ട്. ക്രയവിക്രയങ്ങൾ നിർത്തിവെക്കുന്നത് ഇന്നത്തെ ദിവസം നന്നായിരിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെയധികം ആശ്വാസപ്രദമായ ഒരു അനുഭവങ്ങളുള്ള ദിവസമായിരിക്കും. സന്തോഷപ്രദമായ യാത്രകളോ അല്ലെങ്കിൽ ഏതെങ്കിലും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയൊക്കെ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. വൈകുന്നേരത്തോടുകൂടി വളരെയധികം ഭാഗ്യം ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ വരികയും മനസ്സിന് സന്തോഷം ലഭിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും മോശപ്പെട്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു.
എല്ലാവർക്കും എല്ലാവിധ നന്മകളും വരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും നാളെ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം പറയുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.